നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഒരു സ്കിറ്റ് കഴിഞ്ഞ ഉടനെ പാട്ട്. സിനിമാ താരങ്ങളുടെ രൂപവും ശബ്ദവും സമന്വയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രതിഭാസംഗമ പരിപാടിയാണ്. ഏവർക്കും ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രതിഭാസംഗമ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി എത്തുന്നത് മലയാള സിനിമയുടെ ഇതിഹാസം, മലയാള സിനിമയുടെ പുണ്യം, ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ, സാഗർ ഇലിയാസ് ജാക്കിയായി നിങ്ങളുടെ മുന്നിൽ. തരണം, നല്ലൊരു കൈഡി, നല്ല യെസ്, താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് എത്തുന്നത് ഒരു ശബ്ദം, വിവിധ ശബ്ദങ്ങളുമായി എത്തുകയാണ്. നല്ല വെറൈറ്റി ശബ്ദങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മിമിക്രി ശബ്ദങ്ങളുമായി നിങ്ങളുടെ പ്രോത്സാഹന പ്രതീക്ഷിച്ചുകൊണ്ട് എത്തുന്നു അനൂപ് പാല. വെൽക്കം അനൂപ് പാല. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത അനൂപ് പാലയ്ക്ക്. താങ്ക് യു അനൂപ്. ഞാൻ വളരെ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, നല്ല വെറൈറ്റി ആയിരിക്കും, കേട്ടുമെടുത്ത ശബ്ദങ്ങളൊന്നും ആവതില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് പ്രേക്ഷകർക്ക്. ആദ്യം ഏത് നടന്റെ ശബ്ദമാണ് കൊടുക്കുന്നത്? സലീം കുമാർ. സലീം കുമാർ മലയാള സിനിമയ്ക്ക് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മിമിക്രിയിൽ നിന്നും മലയാള സിനിമയിലെത്തിയ ആ കലാകാരന്റെ ശബ്ദമാണ് സലീം കുമാർ. നീ ആരാ? ആരുടെ വന്നു? അവൻ ഉണ്ണിയുടെ കൂടെ വന്നു, അവന്റെ കൂടെ നീ വന്നു, ഇനി നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരണോ? ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞ മതി, താല്പര്യകക്ഷിയല്ല. സ്മോക്ക്മാൻ ഇങ്ങ വരൂ, സ്മോക്ക് അടിക്കൂ, എന്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റാണല്ലോ പറഞ്ഞത്. പാട്ട് തുടങ്ങി കഴിയുമ്പോൾ സ്മോക്ക് വേണം, കുറേശ്ശെ മതി. എന്റെ ഡാൻസ് തുടങ്ങി കഴിയുമ്പോൾ നേരെ പോയിട്ടുണ്ട് സ്റ്റേപ്പിൽ അവർ കേട്ടിട്ട് അവർക്ക് ചേഞ്ച് ഓൺലി ചേഞ്ച് കൊടുക്കാൻ ചേഞ്ച്. ഓക്കെയാണ്, അവർ ഓക്കെയാണ്. ഈ സലീം കുമാർ സിനിമയിൽ അവതരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങളുണ്ട്, നിരവധി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിലൊരു കഥാപാത്രത്തിന്റെ ശബ്ദമാണ് ഇപ്പൊ ചെയ്തത്. അതെ, ഇനി സിനിമയിലല്ലാതെ നേരിട്ടുള്ള ഇന്റർവ്യൂ വോയിസുകളുണ്ട് സലീം കുമാറിന്റെ. ഇന്റർവ്യൂ വോയിസ്, ആ ശബ്ദം സലീം കുമാറിനെ ഒന്ന് കൊടുക്കണം പ്രേക്ഷകർക്ക്. അത് ഒരു ഓസ്ട്രേലിയൻ ചിത്രമെടുത്ത് അത് മലയാളത്തിൽ ചെയ്തിട്ട് അതിന് അവാർഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ചെമ്മീൻ എന്ന് പറഞ്ഞ പടം എടുത്ത് കുറെ പുതുമുഖരെ നായകരാക്കി ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്തോണ്ടെന്നാ നിങ്ങൾ എനിക്ക് അവാർഡ് തരുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലേ? അടിപൊളി. അടുത്തെന്താണ്? അടുത്തതായി ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത്, സുകുമാരന്റെ മകൻ ഇന്ദ്രജിത്ത്. അതെ അതെ, അടിപൊളി, കൊടുക്കാം. താൻ എന്റെ അപ്പനെ കൊന്ന് ജയിലിൽ പോകുമ്പോ ഞങ്ങളുടെ കുടുംബം പട്ടിണിയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാ പോരാ, മുഴു പട്ടിണി. പട്ടിണി പറ്റാവുന്നപ്പോ അമ്മ ഒരു വരത്തന്റെ പൊളിച്ചോടിപ്പോയി. എന്നിട്ടും ഈ കുമാരൻ കുലുങ്ങിയില്ല. ഇന്ന് ഈ തുറയിൽ സിൽക്കിന്റെ ജുബ ഇടുന്ന ഒരേ ഒരാളുള്ളൂ, അത് ഈ കുമാരനാ. അത് കണ്ടിട്ട് നാട്ടുകാർ എനിക്കൊരു പേരിട്ടു, കൊമ്പൻ കുമാരനെന്ന്. കൊമ്പനാ കൊമ്പൻ, പിടിയല്ലല്ല. തന്നെ എനിക്ക് നിമിഷം വേണേ കൊല്ലാം, പക്ഷേ ഞാനത് ചെയ്യല. താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് ചാടണം. അത് കണ്ടിട്ട് കുമാരനെ തുറവിട്ട് പോകും. എന്നാ വരട്ടാ. അടിപൊളി. അടുത്തെന്താണ്? അടുത്തായ ഒരു വില്ലൻ കഥാപാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സീരിയൽ രംഗത്തു നിന്നും സിനിമയിലേക്ക് വന്ന സുരേഷ് കൃഷ്ണ. സുരേഷ് കൃഷ്ണ, രാജമാണിക്യം അല്ലേ? അതെ അതെ, നിരവധി വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ശ്രദ്ധേയനായ കലാകാരനാണ്. നമുക്ക് കേൾക്കാം സുരേഷ് കൃഷ്ണ. സാറുമാര് പഠിപ്പിക്കുമ്പോ കയ്യോ കാലോ തട്ടിയെന്ന മുട്ടിന്നൊക്കെ ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കാണുന്നത് ഇവളുടെ മനസ്സിൽ ഇപ്പൊ വേറെ ആയതുകൊണ്ടാ. അതിന്റെ പേരിൽ പള്ളിക്കൂടത്തിന്റെ പടിവാല് പോലും കാണാത്തൊരുത്തം വന്ന് മാപ്പ് കോപ്പെന്നൊക്കെ പറഞ്ഞാൽ എന്റെ പട്ടി പറയും മാപ്പ്. സിനിമയിൽ ഇമോഷൻ അഭിനയിക്കാൻ സംവിധായകർ സമ്മതിക്കാറില്ല. ഇപ്പൊ നിങ്ങളെ സമ്മതിക്കുന്നില്ലേ? എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നല്ല കൈഡി കൊടുക്കണേ. അടുത്തത്
ഇതേപോലെ തന്നെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വന്നതാണ് നമുക്ക് എല്ലാവർക്കും ബാബുരാജ്. അദ്ദേഹം ഈയിടയ്ക്ക് സോൾട്ട് ആൻഡ് പേപ്പർ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ കോമഡി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ബാബുരാജ്. ന്യൂ ജനറേഷൻ സിനിമയിൽ വളരെ വ്യത്യസ്തമായ അഭിനയ ശൈലി പുള്ളി കൊണ്ടിരുന്നുണ്ട്. അതെ അതെ. നമുക്ക് ബാബുരാജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഫിഗർ കാണാം, എന്നിട്ട് നമുക്ക് ബാബുരാജിലേക്ക് കടക്കാം. ശരി, ഓക്കെ. 70 കാലഘട്ടങ്ങളിൽ കോളേജ് ക്യാമ്പസുകളിൽ എപ്പോഴും ഹരമായി മാറിയ ഒരു കലാകാരനായിരുന്നു, താരമായിരുന്നു രവികുമാർ. രവികുമാറിന്റെ ഫിഗറുമായി എത്തുന്നു വേദിയിൽ രവികുമാർ. അനുവ അടുത്തത് നമ്മൾ പറഞ്ഞു. അതെ, ബാബുരാജ്. ബാബുരാജ്. ശശിയേട്ടാ, ഇതൊന്നെടുത്തേരെ. മല്ലിപ്പൊടി 100, മുളക് പൊടി 50, ഉള്ളി 1/4 കിലോ, 2 രാധാസും. സാറ് പോയിട്ട് എത്ര ദിവസമായി? മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതി നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ, ഞാൻ തന്നെ കഴിച്ചു തീർത്തു. സാറിനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൂടെ? അല്ലേലും കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ല. അനുവിനൊരു ശകല റെസ്റ്റ് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്കണം. വെൽക്കം ജഗതി ശ്രീകുമാർ. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിലിരുന്ന് പിറക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടുമറന്ന ഏതെങ്കിലും ഗാനവുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ തികച്ചും യാദൃച്ഛികം മാത്രം. തുടങ്ങട്ടെ. ഘോര വനാന്തർഭാഗത്തേക്ക് പോകുന്ന രാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. പോയി കിടന്നുറങ്ങു പെണ്ണേ. താങ്ക് യു വെരി മച്ച്. അനുവ അടുത്ത വെറൈറ്റി എന്താണ് കൊടുക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക്? ഭീമന്റെ സാർ. അദ്ദേഹത്തിന് 2 വോയിസ് ഉണ്ട്. അദ്ദേഹം വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പോൾ കോമഡിയിലേക്ക് മാറിയിട്ടുള്ള ശബ്ദത്തിൽ മാറ്റം. നമുക്ക് ആദ്യം പഴയകാല വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ഭീമന്റെ ഒരു ശബ്ദം ഒന്ന് കേൾക്കാം. ഭീമൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് തുടക്കം കുറിച്ച ഭീമൻ രഘു. കഴിഞ്ഞയാഴ്ച തൃശൂർ രാമപുരത്ത് വെച്ച് ഞാൻ ഇവനെ കണ്ടിരുന്നു, രവി. അവൻ എന്നോടൊരു ചോദ്യം, എന്താ മിസ്റ്റർ ശങ്കരനാരായണൻ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊണ്ടല്ലോ, നമുക്ക് അതിന് ഓർഡർ ഇടണ്ടെന്ന്. ഇവനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതല് കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയിട്ടുള്ളതാ. അവൻ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടാക്കാൻ വിനാശകാലേ വിപരീത ബുദ്ധി. അടുത്ത ഇനി ഇദ്ദേഹം കോമഡി സിനിമകൾ ചെയ്യുമ്പോഴുള്ള ശബ്ദത്തിലെ മാറ്റം ഭയങ്കര മാറ്റമാണ്. ഭീമന്റെ മസിൽ പിടിച്ചുള്ള ശബ്ദവും അല്ല, അദ്ദേഹം കോമഡി ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള ശബ്ദം. നിനക്ക് പഴയകാല വില്ലന്മാരെ തുച്ഛമാണല്ലേ അളിയോ, ചതിക്കല്ലേ. അളിയനെ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ഇപ്പൊ ഞങ്ങള് കൊട്ടാരത്തിന് വെളിയിലും അളിയൻ അന്തപുരത്തിലും, അളിയോ ചതിക്കല്ലേ. വീണ്ടും നമുക്കൊരു ഫിഗറിലേക്ക് കിടക്കാം. സത്യമാഷിനൊപ്പവും നസീർ മാഷിനോടൊപ്പവും ഒരുപാട് സിനിമകളിൽ തന്റേതായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സ് കീഴടക്കിയ അനുഗ്രഹീതനായ നടൻ വിൻസെന്റ്.
ഭീമന്റെ കുഞ്ഞ് ഇനിയും ബാക്കിയുണ്ട്. ഭീമന്റെ കുഞ്ഞ് എന്താണ് ബാക്കിയുള്ളത്? ഭീമന്റെ സാർ ഒരു ഗാനം ആലപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. നല്ല കൈയടി കിട്ടും. കൊടുത്തു, ധൈര്യമായിട്ട് കൊടുത്തു. അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ നിർവനസിൽ ഭദ്രദീപം തെളിക്കുന്നു. അതെ, കൊടുങ്ങല്ലൂരമ്മ എന്നുള്ളത് കുമാരനെല്ലൂരമ്മ എന്നാണ് കേട്ടോ. പാടിയിപ്പം മാറിപ്പോയതാ. നല്ല കൈയടിയുണ്ട്. അടുത്തെന്താണ്? അടുത്തായി ക്ലാസ്മേറ്റ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന ഒരു കൊമേഡിയൻ കൂടി ഉണ്ട്, അനൂപ് ചന്ദ്രൻ. അളിയ ഫസ്റ്റ് ബികോമിൽ പഠിക്കുന്ന സുഷമയുടെ കല്യാണം അളിയ നാളെ. അവക്കറിയാവോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 വർഷമായി ഞാൻ അവളെ പ്രേമിക്കായിരുന്നു അളിയ. ഇച്ചായൻ എന്നാത്തിനാ എല്ലാ ശനിയാഴ്ചയും കള്ളു മേടിച്ചു കൊടുത്ത് ഈ അപ്പത്തിനെ ചീത്തയാക്കുന്നേ? വേണേ എന്നെ ചീത്തയായിക്കോ. അടിപൊളിയാണ്. അടുത്തെന്താണ്? അടുത്ത ഇദ്ദേഹം ഒരു ഗാനം ആലപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. അദ്ദേഹത്തിന്റെ പാട്ട് പ്രേക്ഷകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ട് പൊട്ടുതൊട്ട് ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ. 30ൽ 25 മാർക്ക്. അയ്യോ, സ്ഥലം മാറിപ്പോയി. പുള്ളി തന്നെ പാടിയിട്ട് പുള്ളി തന്നെ മാർക്ക് ഇടും. അടുത്തെന്താണ്? അടുത്തതായി ഒരു പരീക്ഷണ സ്റ്റാർ ആണ് ആസിഫ് അലി. നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് നല്ല സപ്പോർട്ടാ. കോട്ടയംകാരായതുകൊണ്ടാണ് ഞാൻ പരീക്ഷണം ഇവിടെ ഇറക്കുന്നത് കേട്ടോ. ഞാനൊരു കോട്ടയംകാരനാണ്. അതെ. ആറ്റിങ്ങളാണോ വീട്? ആറ്റിങ്ങൾ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഭാസ്കരനാണ്. അറിയോ? ഐ ആം എ ക്ലോസ് വൺ ഇൻ ബാംഗ്ലൂർ. പ്രശ്നം ആ ഫോണിന്റെ പെണ്ണിന്റെ അല്ല, നിങ്ങൾക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ അറിയാമെന്ന. അതറിയാമെങ്കിൽ വിളിച്ചൊരു സോറി പറഞ്ഞൂടെ? ദോശ കഴിക്കണില്ലേ? ഇത്ര കൈഡി ഉള്ളതിന് അതാണ്. അടുത്തെന്താണ്? അവസാനമായി നമ്മൾ ആദ്യം ചെയ്ത അദ്ദേഹത്തെ ആ ഒരു കുടുംബത്തിൽ തന്നെ ഇളയ പുത്രനായ പൃഥ്വിരാജ്. എടേ ചെങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി കരുതിയേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കണ നാട് വന്നു. അതെ, പണ്ട്. ഇന്ന് ഈ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. അടിപൊളി. അപ്പൊ നമുക്ക് കഴിഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് നിരവധി കഥാപാത്രങ്ങൾ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് കീഴടക്കിയ, എന്നെന്നും നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാൽ അവതരിപ്പിച്ച ആട് തോമ എന്ന കഥാപാത്രം. അവസാനമായി എത്തുന്നു ആട് തോമ.